വാഹനത്തിൽ ഇങ്ങനെ ദിലീപിനെ പിന്തുടരുന്നത് പ്രതിയായ ദിലീപിന്റെ സ്വകാര്യതയെ ബാധിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിജീവിതയ്ക്ക് എന്തു സ്വകാര്യതയുണ്ടായിരുന്നുവെന്നാണ് ഈ PR ഏജന്റുകൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ 3 തവണ ജുഡീഷ്യറിയുടെ പക്കൽ നിന്നാണ് ഹാഷ് വാല്യൂ ടാഗ് മാറിയ നിലയിൽ കണ്ടെത്തിയത്. അന്നൊന്നുമില്ലാത്ത ഒരു ഉത്കണ്ഠയും ഈ പ്രതിയുടെ കാര്യത്തിൽ നമ്മൾക്കില്ല. ഇത് 8ാമത്തെ പ്രതിയാണ്. പ്രതി കോടതിയിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കും. അതിൽ പ്രതിയുടെ സ്വകാര്യത എന്നതിനും അപ്പുറത്തേക്ക് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കണം. ഈ കേസിൽ വിധി വരുമ്പോഴും ഈ കേസിലെ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ 3 തവണ കോടതി കസ്റ്റഡിയിൽ നിന്ന് ചോർന്നു പോയിട്ടും അതിനെക്കുറിച്ചുള്ള ഒരനക്കവും ഈ ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2 തവണ യഥാർത്ഥത്തിൽ ഈ അതിജീവിത ക്രൂരമായ പീഡനത്തിനിരയാവുകയായിരുന്നു. ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനിയുടെ കയ്യിൽ, രണ്ടാമത് ഒരു വ്യവസ്ഥയുടെ കയ്യിൽ. അതാണ് ഈ കേസ് ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ആഘാതം എന്ന് പറയുന്നത്. അപ്പോൾ അതിജീവിതയ്ക്കില്ലാതെ പോയ സ്വകാര്യതയുണ്ടല്ലോ, ആ സ്വകാര്യതയുടെ 4-1 പോലുമില്ല, 100-1 പോലുമില്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പിന്തുടരുമ്പോൾ പ്രതിക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സ്വകാര്യത. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കാലം ചേർത്തു വയ്ക്കാൻ പോകുന്ന ഒരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിലേക്ക് നമുക്കിനി സമയം 1 മണിക്കൂറും 12 മിനിറ്റും മാത്രമാണ് ബാക്കിയുള്ളത്.